കലാരവത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തുലാമാസം 1-ാം തീയതി. കേരളത്തിൽ കാലാകാലങ്ങളായി പ്രചരിച്ചു പോരുന്ന ഐതിഹ്യങ്ങളിൽ ഒന്നായ പറയിപെറ്റ പന്തിരുകുലത്തിലെ അംഗമാണ് നാറാണത്ത് ഭ്രാന്തൻ. കേവലം ഒരു ഭ്രാന്തൻ എന്നതിലുപരി ഒരു അവതാരമായാണ് അദ്ദേഹത്തെ സങ്കല്പിച്ചു പോരുന്നത്. പാലക്കാട് ജില്ലയിലെ ചെത്തല്ലൂരിൽ അത്തിപ്പറ്റ കുന്നിനടുത്തുള്ള നാരായണമംഗലത്താണ് അദ്ദേഹം വളർന്നത് എന്ന് കരുതപ്പെടുന്നു. പിന്നീട് പഠനത്തിനായി പട്ടാമ്പി രായിരനല്ലൂരുള്ള തിരുവേഗപ്പുറ ഇല്ലത്ത് വന്നു. മലയുടെ മുകളിലേക്കൊരു വലിയ കരിങ്കല്ല് ഉരുട്ടിക്കയറ്റി അതിനെ താഴോട്ട് തള്ളിയിട്ട് കൈ കൊട്ടിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന പ്രവൃത്തി. ഈ ഇഷ്ടവിനോദത്തിനിടയ്ക്ക് ഒരു തുലാമാസം 1-ാം തീയതിയാണ് ഭ്രാന്തന് വനദുർഗയായ ദേവി പ്രത്യക്ഷപ്പെടുന്നത്. ഭ്രാന്തനെ കണ്ട് ദേവി ഓടിമറഞ്ഞു എന്നും ഒരു കല്ലിൽ കാലടിപ്പാട് പതിഞ്ഞു എന്നും കഥ. ആ കാലടിപ്പാടുകൾ ഇന്നും അവിടെ കാണാം. പ്രതിഷ്ഠയൊന്നുമില്ലാത്ത ആ ക്ഷേത്രത്തിൽ ആ കാലടിപ്പാടുകളാണ് പൂജ. 6-ാമത്തെ കാലടിപ്പാടിൽ ഊറുന്ന ജലമാണ് തീർത്ഥം. ബ്രാഹ്മണനായി പിറന്നിട്ടും ആചാരങ്ങൾ തെറ്റിച്ചതിനാലാകണം ഇളയതായത്. ഭിക്ഷയെടുക്കലായിരുന്നു നാറാണത്ത് ഭ്രാന്തന്റെ ഉപജീവന മാർഗം. എപ്പോഴും യാത്രയിലായിരിക്കുന്ന നാറാണത്ത് ഭ്രാന്തൻ രാത്രി എവിടെയാണോ എത്തുന്നത് അവിടെ വെള്ളവും തീയും ഉള്ള സ്ഥലമാണെങ്കിൽ അവിടെ തന്നെ അടുപ്പ് കൂട്ടുകയും അന്നന്ന് ഭിക്ഷയാചിച്ച് കിട്ടുന്ന അരി വേവിച്ച് കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യും. നേരം വെളുത്താൽ വീണ്ടും കല്ലുരുട്ടി കയറ്റാൻ തുടങ്ങും. ഈ തുലാമാസം 1-ാം തീയതി വനദുർഗ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് മാത്രം തുലാമാസം 1-ാം തീയതി മലമുകളിലെത്തുന്ന ഭക്തർ നാറാണത്ത് ഭ്രാന്തന്റെ പ്രതിമ വലം വെച്ച് കാണിക്കയർപ്പിച്ചും മലമുകളിലെ ക്ഷേത്രത്തിൽ പൂജകൾ നടത്തിയുമാണ് ഇറങ്ങുക. ഭ്രാന്തൻ പൂജിച്ച മലമുകളിലെ ദുർഗാദേവിയുടെ കാൽപാദം പതിഞ്ഞ സ്ഥലത്ത് ആമയൂർ മന നാറാണത്ത് മംഗലത്തുകാർ നിർമ്മിച്ചതാണ് ദേവീക്ഷേത്രം. മലയ്ക്കു താഴെ രായനെല്ലൂരിൽ നിന്ന് 1.5 കിലോമീറ്റർ പടിഞ്ഞാറ് കൈപ്പുറത്ത് ഭ്രാന്താചല ക്ഷേത്രവും കൈപ്പുറത്ത് നാറാണത്ത് തപസ് ചെയ്ത് ഒരിക്കൽ കൂടി ദുർഗാദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയെന്നു കരുതപ്പെടുന്ന ഭ്രാന്തൻ കല്ലും കാഞ്ഞിരമരവും അതിലുള്ള ഇരുമ്പു ചങ്ങലയും ദുർഗാദേവി ക്ഷേത്രവും ഭക്തർ സന്ദർശിക്കും.